ഒരാൾ ജയിലിൽ ആടാന്ന് പറഞ്ഞപ്പോൾ രണ്ട് കൈയുള്ള ആൾക്കാർക്കൊക്കെ സുഖമാണ്. ഓ ഗൈസ്, അപ്പോൾ ഇന്ന് കേരളം ഉണർന്നേക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ് ഇന്ന് കേരളം ഉണർന്നു എഴുന്നേറ്റേക്കുന്നത്. നമ്മുടെ ഗോവിന്ദച്ചാമി അഥവാ ചാർലി തോമസ് ജയിലിൽ ചാടി. പക്ഷെ കേരള പോലീസിനെ ഇത്തരത്തിൽ നമുക്ക് അഭിനന്ദിക്കാതെ വകയില്ല. കേരള പോലീസ് ഇത്ര പെട്ടെന്ന് തന്നെ അവർ പിടിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. പക്ഷെ കേരള പോലീസ് അവരുടെ കഴിവുകൊണ്ട് ഗോവിന്ദച്ചാമിയെ പിടിച്ചിരിക്കുകയാണ്. അതായത് കണ്ണൂരിലെ തളാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെ റോയി എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള ഒഴിഞ്ഞ ഒരു വീടുണ്ട്. ആ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദച്ചാമിയെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളെ പോലീസ് ആ വീട് വളഞ്ഞ് കീഴ്പ്പെടുത്തുകയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓടിച്ചോണ്ടിരിക്കാലോ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പൊക്കി എടുക്കണുണ്ടോ? പൊക്കി എടുക്കുമ്പോ ആൾക്കാര് നല്ല കൈനീട്ടം വെച്ചു കൊടുക്കും ഇങ്ങനത്തെ സന്ദർഭത്തില്. പക്ഷെ വേറൊരു കാര്യമുള്ളൂ, ഈ ഒരു കൈയുള്ള ഒരാൾ ജയിലിൽ ആടാന്ന് പറഞ്ഞപ്പോ രണ്ട് കൈയുള്ള ആൾക്കാർക്കൊക്കെ സുഖമാണ്. ഇയാള് മറ്റേ ജയിലിലെ കമ്പി മുറിച്ചു മാറ്റിയിട്ടാണ് ഇയാള് രക്ഷപ്പെട്ടേക്കണേന്നാണ്. ജയിലിൽ ആടാന്ന് പറഞ്ഞപ്പോ രണ്ട് കൈയുള്ള ആൾക്കാർക്കൊക്കെ സുഖമാണ്. ഇയാള് മറ്റേ ജയിലിലെ കമ്പി മുറിച്ചു മാറ്റിയിട്ടാണ് ഇയാള് രക്ഷപ്പെട്ടേക്കണേന്നാണ് പോലീസ് കണ്ടെത്തിയേക്കണേ. രാവിലെ സെല്ല് തുറക്കാനായിട്ട് ആൾക്കാർ മറ്റേ പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ജയിലിൽ ചാടി വിവരം അവരറിയുന്നത്. ഇയാളുടെ ധൈര്യം ഒന്ന് നോക്കണേ. സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയിട്ടാണ് ഇയാള് പുലർച്ചെ ഒരു 1:15 കൂടി ഇയാള് ജയിലിന്റെ പുറത്തെത്തിയത്. അയാളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു തുണി ഉപയോഗിച്ചിട്ട് അയാൾ മതിലിന്റെ അടുത്തേക്ക് പോയിട്ട് മതിലിന്റെ ഫെൻസിങ്ങിന്റെ മുകളിലേക്ക് ഈ തുണി എറിഞ്ഞ് പിടിപ്പിച്ചിട്ട് ഇയാള് കയറുമായിരുന്നു. തുണി ചേർത്ത് കെട്ടി അത് ഉപയോഗിച്ച് വടമാക്കിയിട്ടാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയേക്കുന്നത്. ഇത് ചാടാനായിട്ട് ഇയാൾക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെന്നും ഒരു ന്യൂസ് ഉണ്ട്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി അവിടെ ജയിലിൽ മറ്റേ സെർച്ചിങ്ങിന് രാവിലെ 7 മണിയോടുകൂടി പെട്രോളിങ്ങിന് മറ്റേ അവിടെ വന്നു കഴിഞ്ഞ പോലീസുകാരാണ് ഇയാൾ ചാടിയെന്ന് സ്ഥിരീകരിച്ചത്. പിന്നാലെ തന്നെ അവര് പോലീസിൽ വിവരം അറിയിച്ചു. ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് വരുത്തി ശിക്ഷയിൽ ഇളവ് നേടാൻ ഇയാൾ പണ്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ചാർലി തോമസ് എന്ന പേരിൽ ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസിൽ കേസുള്ളതിന്റെ രേഖകളുണ്ട്. നിരവധി കേസുകളുണ്ട്. ഒരുപാട് മോഷണ കേസുകളിലും പ്രതിയാണ് ഈ പറയുന്ന ഗോവിന്ദച്ചാമി. ഇപ്പോൾ ഗോവിന്ദച്ചാമിനെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ട് മെഡിക്കൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്.